ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th സെമസ്റ്ററിലെ ഒരു കോർ പേപ്പറായിട്ടുള്ള ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ, അതിൻ്റെ മൊഡ്യൂൾ 1 ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ക്ലച്ച്. അതിൽ തന്നെ പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വാഹനത്തിൻ്റെ ബേസിക് കോമ്പണൻസ് അഥവാ വാഹനത്തെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ ബേസിക് കോമ്പോണൻസ് എന്ന് പറയുന്നത്, ബേസിക്കായിട്ടൊരു വാഹനത്തെ നമുക്ക് അതിൻ്റെ 6 അതിൻ്റെ കമ്പോണൻസുകളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, ദ ബേസിക് സ്ട്രക്ചർ. ഏതൊരു വസ്തുക്കും അതിൻ്റെ ഒരു അടിത്തറ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു ചേസിസ് ഫ്രെയിമാണ്, അല്ലെങ്കിൽ ചേസിസ് ഷാസി എന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ ആ ഒരു ചേസിസ് അഥവാ ബേസിക് സ്ട്രക്ചറിൽ അടങ്ങിയത് എന്ന് പറയുന്നത് ചേസിസ്, ഫ്രെയിം, ആക്സിൽസ്, വീൽസ്, സസ്പെൻഷൻ സിസ്റ്റം, ഇതൊക്കെ അടങ്ങിയതാണ് ബേസിക് സ്ട്രക്ചർ. ഈ ബേസിക് സ്ട്രക്ചറിലെ ഓട്ടോമൊബൈൽ ചേസിസിനെ കുറിച്ച്, സസ്പെൻഷൻ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ ഒരു സബ്ജക്റ്റായിട്ട് തന്നെ നെക്സ്റ്റ് സെമസ്റ്ററിൽ പഠിക്കും. നെക്സ്റ്റ് ബേസിക് എൻജിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ബേസിക് വെഹിക്കിൾ കമ്പോണൻറ്റിൽ പെട്ടതാണ് വാഹനത്തിൻ്റെ രണ്ടാമത്തെ മെയിൻ കമ്പോണൻ്റ്, അല്ലെങ്കിൽ നെക്സ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ദ പവർ പ്ലാന്റ്. ഒരു വാഹനത്തിൻ്റെ ഹേർട്ട് എന്ന് പറയുന്നത് എൻജിനാണ്. അതുതന്നെയാണ് ദ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. പവർ പ്ലാന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പവർ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ്. അപ്പോൾ ഒരു വാഹനത്തിൽ പവർ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എൻജിനാണ്. അപ്പോൾ എൻജിനാണ് ഒരു വാഹനത്തിൻ്റെ ഹൃദയം. എൻജിനാണ് ഈ വാഹനം ചലിക്കാൻ ആവശ്യമായ പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻജിൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എൻജിനുകൾ കോമൺ ആയിട്ട് വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്നത് IC എൻജിൻസാണ്. അതിന് IC എൻജിൻസിൽ SI എൻജിനും CI എൻജിൻസും ഉണ്ട്, അഥവാ പെട്രോൾ എൻജിൻസും ഡീസൽ എൻജിൻസും ഉണ്ട്. പിന്നെ മോഡേൺ വെഹിക്കിൾസിൽ ഹൈബ്രിഡ് എൻജിൻസ്, അഥവാ ഇലക്ട്രിക്കൽ മോട്ടോറുകളും അതുപോലെ തന്നെ IC എൻജിനും കമ്പൈൻ ചെയ്ത് വരുന്ന സിസ്റ്റം ഉണ്ട്. ഇനി അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി മാത്രം ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളുണ്ട്, അഥവാ ഇലക്ട്രിക്കൽ മോട്ടോറുകൾ മാത്രം ഉപയോഗിച്ച് ഓടിക്കുന്ന വാഹനങ്ങൾ, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്. അപ്പോൾ വാഹനത്തിൻ്റെ ഹേർട്ട് എന്ന് പറയുന്നത് ദ പവർ പ്ലാന്റ് അല്ലെങ്കിൽ എൻജിനാണ്. നെക്സ്റ്റ് നമ്മളെ വാഹനത്തിൻ്റെ മെയിൻ കമ്പോണൻ്റ് ആണ് ട്രാൻസ്മിഷൻ സിസ്റ്റം. അപ്പോൾ എൻജിനെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററുകളിൽ ആൾറെഡി സെക്കൻഡ് സെമസ്റ്ററിൽ ഓട്ടോമൊബൈൽ പവർ പ്ലാന്റ് എന്ന സബ്ജക്റ്റ് പഠിച്ചു. ഡീറ്റെയിൽ ആയിട്ട് എൻജിൻ സിസ്റ്റംസിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി ഇതിൽ ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ വാഹനത്തിൻ്റെ കമ്പോണൻ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ട്രാൻസ്മിഷൻ സിസ്റ്റം? എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്ന പവർ വീൽസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കുന്നത് ട്രാൻസ്മിഷൻ സിസ്റ്റത്തെക്കുറിച്ചും ക്ലച്ചിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ട്രാൻസ്മിഷൻ സിസ്റ്റം? ഡെഫിനിഷൻ ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം: the mechanism that transmit power developed by the engine of the automobile
to the driving wheels is called transmission system. ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു മെക്കാനിസമാണ്, അല്ലെങ്കിൽ ഒരുപാട് മെക്കാനിക്കൽ യൂണിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതെന്താ ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് പവർ ഡെവലപ്ഡ് ബൈ ദ എൻജിൻ ഓഫ് ആൻ ഓട്ടോമൊബൈൽ. ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്ന പവറിനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ടു ദ ഡ്രൈവിംഗ് വീൽസിലേക്ക് എൻജിനിൽ നിന്ന് പവറിനെ എത്തിക്കുന്ന ഒരുപാട് യൂണിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആ യൂണിറ്റ്സ് അല്ലെങ്കിൽ ആ കമ്പോണൻസ് എന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. കമ്പോണൻസ് ഇൻ ട്രാൻസ്മിഷൻ സിസ്റ്റം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു എൻജിനിൽ നിന്ന് നേരെ വീൽസിലേക്ക് ഒരു ഷാഫ്റ്റ് വെച്ച് കണക്ട് ചെയ്താൽ മതിയില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ എൻജിൻ ഒരു കോൺസ്റ്റൻറ്റ് പവർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ വീൽസിലേക്ക് ആവശ്യമായിട്ടുള്ള പവർ, ടോർക്ക്, സ്പീഡ് ഇതൊക്കെ എൻജിനിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻജിൻ വളരെ ഹൈ RPM റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീൽസിൽ അത്ര RPMൻ്റെ ആവശ്യമില്ല. എൻജിൻ്റെ ആ RPM സ്പീഡിനെ നമുക്ക് ടോർക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, കൂടുതൽ ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വാഹനം ചലിക്കാൻ ആവശ്യമായ ടോർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, അതുപോലെ നമ്മൾ വാഹനത്തെ നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം, വാഹനം ഓഫ് ചെയ്യാതെ തന്നെ. അതുപോലെ നമുക്ക് ഡിഫറെൻ്റ് സ്പീഡിലും ടോർക്കിലും വാഹനം സഞ്ചരിക്കണം. അതുപോലെ സസ്പെൻഷൻ സിസ്റ്റത്തിനനുസരിച്ച് ഡിഫറെൻ്റ് ആംഗിൾസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. അതുപോലെ എൻജിൻ്റെ ലൊക്കേഷനും വീലിൻ്റെ ലൊക്കേഷനും ഒരേ ഡയറക്ഷനിലാവണമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് ഡയറക്ഷൻ ഓഫ് പവർ ചിലപ്പോൾ 90 ഡിഗ്രിയിലൊക്കെ 90 ഡിഗ്രിയിലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ആംഗിൾ കൊടുക്കേണ്ടി വരും. 90 ഡിഗ്രിയിലൊക്കെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് യൂണിറ്റ്സ് ആവശ്യമാണ്. അതൊക്കെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ കമ്പോണൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ആൾ ക്ലച്ച്, നെക്സ്റ്റ് ട്രാൻസ്മിഷൻ ഓർ ഗിയർ ബോക്സ്, നെക്സ്റ്റ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, നെക്സ്റ്റ് യൂണിവേഴ്സൽ ജോയിൻറ്റ്സ്, നെക്സ്റ്റ് ഫൈനൽ ഡ്രൈവ് വിത്ത് ഡിഫറൻഷ്യൽ, നെക്സ്റ്റ് ആക്സിൽസ് ആൻഡ് നെക്സ്റ്റ് വീൽസിലേക്കാണ് നമ്മൾ പവർ കൊടുക്കുന്നത്. എന്നാലും വീൽസ് നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ തൽക്കാലം ഉൾപ്പെടുത്തുന്നു. അപ്പോൾ കോമ്പോണൻസ് ഇൻ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലച്ച്, ട്രാൻസ്മിഷൻ ഓർ ഗിയർ ബോക്സ്. ട്രാൻസ്മിഷൻ സിസ്റ്റവും ട്രാൻസ്മിഷനും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ കമ്പോണൻറ്റും അടങ്ങിയിട്ടുള്ള എൻജിനിൽ നിന്ന് പവർ വീൽസിലേക്ക് എത്തിക്കുന്ന ആ സിസ്റ്റത്തെയാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എന്നാൽ ട്രാൻസ്മിഷൻ ഓർ ഗിയർ ബോക്സ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഒരു എൻജിൻ പവർ, ടോർക്ക് ആൻഡ് സ്പീഡ് വേരി ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് മാത്രമാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇതിൽ ഫസ്റ്റ് കമ്പോണൻ്റ് ആയിട്ടുള്ള ക്ലച്ചിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓരോ മൊഡ്യൂളുകളിലും ഓരോ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സിനെ കുറിച്ച് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും. നെക്സ്റ്റ് തേർഡ് മൊഡ്യൂളിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആൻഡ് യൂണിവേഴ്സൽ ജോയിൻസിനെ കുറിച്ച് പഠിക്കും. ഫൈനൽ ഡ്രൈവ് പഠിക്കും. ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾ വീൽസിനെ കുറിച്ചും പഠിക്കും. തേർഡ് സെമസ്റ്ററിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിൻ, ഫൈനൽ ഡ്രൈവ് ആൻഡ് ആക്സിൽസ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ വീൽസിനെ കുറിച്ചും പഠിക്കും. അതാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിക്വയർമെൻറ്റ് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം. എന്തിനാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം ആവശ്യകത? ഇങ്ങനെ ഒരു സിസ്റ്റം കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഒറ്റ ഒരു ഷാഫ്റ്റ് വെച്ചിട്ട് എൻജിൻ നേരെ വീൽസിലേക്ക് പവർ കൊടുത്താൽ പോരെ? മതിയില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലേ? ആ ഓരോ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് മീൻസ് ഓഫ് കണക്ഷൻ ആൻഡ് ഡിസ്കണക്ഷൻ ഓഫ് എൻജിൻ വിത്ത് റെസ്റ്റ് ഓഫ് പവർ ട്രെയിൻ
വിത്തൗട്ട് ഷോക്ക് ആൻഡ് സ്മൂത്ത്ലി. നമുക്ക് എൻജിന് എപ്പോഴും പവർ ഉൽപ്പാദിപ്പിക്കും. വീൽസിലേക്ക് ചിലപ്പോൾ എപ്പോഴും ആ പവർ ആവശ്യമുണ്ടാവില്ല. ഒരു വാഹനം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിടുകയാണ്, ഐഡലിങ്ങിൽ സ്റ്റാർട്ടിങ് ചെയ്ത് നമ്മൾ മുന്നോട്ടെടുക്കുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ വണ്ടി നീങ്ങാൻ കഴിയില്ല. ചെയ്ത് സ്മൂത്തായിട്ട് നമ്മൾ വീൽസിലേക്ക് പവർ എൻഗേജ് കൊടുത്തിട്ട് വണ്ടി നീങ്ങാനേ കഴിയുള്ളൂ. ഗ്രാജുവലായിട്ട് വണ്ടി നീങ്ങാൻ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് എൻജിന് ആവശ്യമുണ്ടാകുമ്പോൾ വീൽസിൽ നിന്ന് അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് പവർ ട്രെയിൻ ബാക്കിയുള്ള എൻജിനിൽ നിന്ന് വീൽസിൻ്റെ മുന്നേയുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ മറ്റു കമ്പോണൻസിൽ നിന്നൊക്കെ ആവശ്യമുണ്ടാകുമ്പോൾ കണക്ഷനും ഡിസ്കണക്ഷനും ചെയ്യാൻ, എൻഗേജ്മെൻറ്റും ഡിസെൻഗേജ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ആവശ്യമാണ്, നിർബന്ധമാണ്. അതുകൊണ്ട് ട്രാൻസ്മിഷൻ സിസ്റ്റം ആവശ്യമാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലച്ചാണ്. അപ്പോൾ ക്ലച്ച് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് ട്രാൻസ്മിഷൻ സിസ്റ്റം നിർബന്ധമാണ്. അതാണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ആവശ്യകത എന്ന് പറയുന്നത്. രണ്ടാമത്തത്, പ്രൊവൈഡ് എ വേരിഡ് ലെവറേജ് ബിറ്റ്വീൻ ദ എൻജിൻ ആൻഡ് ഡ്രൈവ് വീൽസ്. എൻജിനും വീൽസും തമ്മിൽ ലിവറേജ് പ്രൊവൈഡ് ചെയ്യണം. ലിവറേജ് എന്ന് പറഞ്ഞാൽ ടോർക്ക് സ്പീഡ് വേരിയേഷൻ. നമുക്ക് എൻജിനും വീൽസിനും ഒരേ ടോർക്കല്ല, ഒരേ സ്പീഡല്ല. അത് മാത്രമല്ല, വീൽസിൽ തന്നെ എപ്പോഴും ഒരേ സ്പീഡ്, ഒരേ ടോർക്കല്ല. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഹൈ ടോർക്ക് വേണം, സ്പീഡ് അത്ര വേണ്ട. എന്നാൽ വാഹനം നീങ്ങിക്കഴിഞ്ഞാൽ സ്പീഡ് കൂടണം, ടോർക്ക് കുറച്ചാൽ മതി. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ നിർബന്ധമാണ്. അതാണ് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗിയർ ബോക്സും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ കമ്പോണൻ്റ് ആണ്. അതും ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അത് റിക്വയർമെൻറ്റ് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്. ട്രാൻസ്മിഷൻ സിസ്റ്റം ആവശ്യമായത് ഇതും ഈ ഒരു കാരണം കൂടെ ഉള്ളത് കൊണ്ടാണ്. അഥവാ ഗിയർ ബോക്സ് നമുക്ക് ആവശ്യമായതുകൊണ്ട് ട്രാൻസ്മിഷൻ സിസ്റ്റം നമുക്ക് നിർബന്ധമാണ്. നെക്സ്റ്റ്, പ്രൊവൈഡ് മീൻസ് ടു ട്രാൻസ്ഫർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നേരെ എതിർ ഡയറക്ഷനിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞു വീൽസും എൻജിനും ചിലപ്പോൾ ഒരേ ഡയറക്ഷനിലാവണമെന്നില്ല. ചിലപ്പോൾ 90 ഡിഗ്രിയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അതിന് നമ്മൾ ഫൈനൽ ഡ്രൈവ് യൂണിറ്റ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ യൂണിറ്റ് നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതും ഉള്ളതുകൊണ്ട് അതും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻ്റ് ആണ്. നെക്സ്റ്റ്, എനേബിൾ പവർ ട്രാൻസ്മിഷൻ അറ്റ് വേരിഡ് ആംഗിൾസ് ആൻഡ് വേരിഡ് ലെങ്ത്. വ്യത്യസ്ത ആംഗിളുകളും വ്യത്യസ്ത ലെങ്ത്തിലും പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. വീൽസ് എപ്പോഴും ഒരേ പൊസിഷനിലല്ല നിൽക്കുക. സസ്പെൻഷൻ സിസ്റ്റത്തിനനുസരിച്ച് വീൽസ് മുകളിൽ താഴെ പൊങ്ങും താവും ചെയ്യാൻ സാധ്യതയുണ്ട്, മേലോട്ടും താഴോട്ടും ചലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ വീൽസും ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സും അല്ലെങ്കിൽ എൻജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ലെങ്ത്തിലും ഡിഫറെൻറ്റ് ആംഗിൾസിലും ഒക്കെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനാവശ്യമായ യൂണിറ്റ്സ് നമ്മൾ കൊടുക്കണം, നിർബന്ധമാണ്. അതാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വിത്ത് യൂണിവേഴ്സൽ ജോയിൻറ്റ്സ്. അപ്പോൾ അതും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ട് വരും. ട്രാൻസ്മിഷൻ സിസ്റ്റം ആവശ്യമായതിൻ്റെ ഒരു കാരണമായിട്ട് വരും. നെക്സ്റ്റ്, എനേബിൾ സ്പീഡ് റിഡക്ഷൻ ബിറ്റ്വീൻ എൻജിൻ ആൻഡ് ഡ്രൈവ് വീൽസ് ഇൻ ദ റേഷ്യോ ഓഫ് 5:1. എൻജിനും വീൽസും തമ്മിലൊരു പെർമനൻ്റ് ആയിട്ടുള്ള സ്പീഡ് റിഡക്ഷൻ ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, എൻജിൻ വളരെ ഹൈ RPM-ലാണ് റൊട്ടേറ്റ് ചെയ്യുക, വീൽസ് ഒരിക്കലും അത്ര RPM റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് സ്പീഡ് റെഡ്യൂസ് ചെയ്തിട്ട് ടോർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഈ 5:1 എന്ന് പറഞ്ഞത് ഒരു കാറുകളുടെ കേസിലാണ്. ഹെവി വെഹിക്കിൾസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ 10:1 ഒക്കെ വരും. അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എൻജിനും വീൽസും തമ്മിൽ വളരെ ഹൈ ടോർക്ക് റിഡക്ഷൻ തന്നെ വേണം, സ്പീഡ് റിഡക്ഷൻ തന്നെ വേണം. അതുവഴി ടോർക്ക് ഇൻക്രീസ് ചെയ്യണം. അതിനുള്ള യൂണിറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ നിർബന്ധമാണ്. അതും ട്രാൻസ്മിഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അതിനുള്ള യൂണിറ്റാണ് ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ട്രാൻസ്മിഷൻ സിസ്റ്റം ആവശ്യമായതിൻ്റെ ഒരു കാരണമാണ്.
നെക്സ്റ്റ് എനേബിൾ ഡൈവേർഷൻ ഓഫ് പവർ ഫ്ലോ അറ്റ് റൈറ്റ് ആംഗിൾസ്. ഞാൻ പറഞ്ഞു 90 ഡിഗ്രിയിൽ പവർ ട്രാൻസ്മിഷൻ നടക്കണം. നെക്സ്റ്റ് പ്രൊവൈഡ് മീൻസ് ടു ഡ്രൈവ് ദ വീൽസ് അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ് വെൻ റിക്വയർസ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ വീൽസ് ഒരു കർവൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് വീൽസ് ഡിഫറെൻറ്റ് സ്പീഡിൽ, ഇന്നർ വീല് ഔട്ടർ വീൽ, ഇപ്പോൾ വൺ സൈഡിലെ വീലും മറ്റേ സൈഡിലെ വീലൊക്കെ ഒരേ സ്പീഡിൽ നമുക്ക് ഒരേ സ്പീഡിൽ നമുക്ക് കറക്കാൻ കഴിയില്ല. എൻജിനിലുള്ള ഡ്രൈവ് വ്യത്യസ്ത സ്പീഡിൽ നമ്മൾ ആ വീൽസിലേക്ക് കൊടുക്കേണ്ടി വരും. കാരണം കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് ആ കർവിൻ്റെ സൈഡിലേക്കുള്ള ഇന്നർ വീലും അതിൻ്റെ ഔട്ടർ വീലും വ്യത്യസ്തമായ സ്പീഡിലാണ് ആ കർവ് ടേൺ ചെയ്യുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് സ്പീഡിൽ ആവശ്യം വരുന്നതനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് സ്പീഡിൽ എൻജിനിലുള്ള പവർ ഡിഫറെൻറ്റ് വീൽസിലേക്ക് കൊടുക്കണമെങ്കിൽ അതിനുള്ള യൂണിറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ നിർബന്ധമാണ്. അതാണ് നമ്മൾ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അതും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻ്റ് ആണ്. നെക്സ്റ്റ് ബിയർ ദ എഫക്റ്റ് ഓഫ് ടോർക്ക് റിയാക്ഷൻ, ഡ്രൈവിംഗ് ത്രസ്റ്റ്, ബ്രേക്കിംഗ് എഫേർട്ട് എഫക്റ്റീവ്ലി. ടോർക്ക് റിയാക്ഷൻ, എൻജിൻ ഡ്രൈവ് കാരണമുള്ള പവർ കാരണമുള്ള ടോർക്ക് റിയാക്ഷൻ, ഡ്രൈവിംഗ് ത്രസ്റ്റ്, സഡനായിട്ട് നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡ്രൈവിംഗ് ത്രസ്റ്റ്, സഡനായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബ്രേക്കിംഗ് എഫേർട്ട്, ഇതൊക്കെ എഫക്റ്റീവ്ലി നമ്മൾ ബെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ കമ്പോണൻസ് താങ്ങണം, സഹിക്കണം. അപ്പോൾ അതിനുള്ള കമ്പോണൻസും അത് നമ്മൾ യൂണിവേഴ്സൽ ജോയിൻസ്, ടോർക്ക് ട്യൂബുകൾ, സ്ലൈഡിങ് ജോയിൻസ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ സസ്പെൻഷൻ സിസ്റ്റത്തിലെ കമ്പോണൻസ് ഉണ്ടാവും. ഇതൊക്കെ ഒന്നിച്ചാണ് നമ്മൾ ഈ ഒരു ടോർക്ക് റിയാക്ഷൻ, ഡ്രൈവിംഗ് ത്രസ്റ്റും ബ്രേക്കിംഗ് എഫേർട്ടും ഒക്കെ ബെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനും ആവശ്യമായിട്ടുള്ള യൂണിറ്റ്സ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ആവശ്യമാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ട് അതും വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒറ്റ ഷാഫ്റ്റ് കൊണ്ട് എൻജിൻ വീൽസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് പകരം ഒരുപാട് യൂണിറ്റ്സുകൾ അടങ്ങിയിട്ടുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റം ആവശ്യമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.